അസ്സലാമു അലൈക്കും. ഇലൽ ഖലാ. റാഷിദ് മോൻ മദ്രസ കഴിഞ്ഞു വീട്ടിലെത്തി. അവൻ ഉമ്മയോട് സലാം പറഞ്ഞ് അകത്തു കയറി. എന്താണ് മോനെ ഇന്ന് പഠിച്ചത്? അവൻ്റെ നെറ്റിയിൽ മുത്തം നൽകിക്കൊണ്ട് ഉമ്മ ചോദിച്ചു. ടോയ്ലറ്റ് മര്യാദകളാണ് ഉമ്മ, ഞാനത് പറഞ്ഞു തരാം, റാഷിദ് ആവേശത്തോടെ പറഞ്ഞു. അകത്ത് കയറും മുമ്പ് തലമറക്കണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി എന്ന് ചൊല്ലണം. ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം. വലതുകാൽ വെച്ച് പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയ ശേഷം ഗുഫ്രാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി എന്നു പറയണം. ഉമ്മ: മാഷാ അല്ലാഹ്, മോൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. റാഷിദ് മോന് മദ്രസ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉമ്മയോട് മദ്രസയിലെടുത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അതിൽ 2 ദിക്റുകളുണ്ട്. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ചൊല്ലാനുള്ളതും ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തെത്തിയതിന് ശേഷം ചൊല്ലാനുള്ളതും. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ് കൂടെ ചൊല്ലി പഠിക്കുക കേട്ടോ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. എല്ലാവരും ആ ദിക്ർ കാണാതെ പഠിക്കുക. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. ഇനി ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്? ഗുഫ്രാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി. ഒന്ന് ചൊല്ലിയേ. ഗുഫ്രാനകൽ ഹംദു ലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി. ഗുഫ്രാനകൽ ഹംദു ലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ ദിക്റുകൾ പഠിക്കുക. മര്യാദകൾ പാലിച്ച് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുകയും പുറത്തു കടക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലാ കാര്യങ്ങളിലും അദബുകളുണ്ട്, മര്യാദകളുണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കണം. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിൽ കടത്തും. അല്ലാഹു സ്വർഗാവകാശികളിൽ നമ്മയും നമ്മുടെ ഉപ്പ, ഉമ്മ, ഉസ്താദുമാർ, കൂട്ടുകാർ, കുടുംബക്കാർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മെ സ്നേഹിക്കുന്നവരെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.